നമസ്കാരം. ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഒതുക്കിയിട്ടൊരു കാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായ ഒരു രീതിയിലാണ്. അപ്പോൾ ആമുഖമായിട്ട് കേരളത്തിൻ്റെ വെള്ളപ്പൊക്കവും വീടുകളുടെ നിർമ്മാണവും അശാസ്ത്രീയമായ നിർമ്മാണവും നമ്മുടെ പൊതുജനങ്ങൾ ഈ വീട് കെട്ടുമ്പോൾ തെറ്റായ രീതിയിലുള്ള സംവിധാനത്തോടു കൂടി വീട് കെട്ടുന്നതും ചതുപ്പ് നിലമാണോ വെള്ളമാണോ പുഴയാണോ കായലാണോ ഇവിടെ എങ്ങനെ വീട് കെട്ടണം എന്ന് ഒരു ധാരണയില്ലാണ്ട് വീട് കെട്ടുന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. പോരായ്മയുണ്ടാകും, ചെറിയ സൗകര്യം വെച്ചിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. അപ്പോൾ എന്നോട് ക്ഷമിക്കുക, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഒന്ന് സമാധാനിക്കുക. ചെറിയ വീഡിയോ ചെയ്ത് വലിയ പരിചയമില്ലെങ്കിലും ആകുന്ന സൗകര്യം വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട്. Now Sneha is there in Alapura. Sneha, everyone trying to focus attention on getting relief, help, whatever assistance the people of Kerala really need right now. Maybe you can, you've been of course been covering the floods, Sneha, right from the moment they started. Can you tell us what is really required on the ground there? Vikram, all I can say is if your house collapsed, you would have had to start from scratch. That's what the situation for most people is. They have nothing left. Let's just ask first. വീട്ടിൽ എന്തുകൊണ്ട് അവസ്ഥ മുമ്പോട്ട് എങ്ങനെയായിരിക്കും പോകുന്നത്? മുമ്പോട്ട് ഇപ്പൊ ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. വീട്ടിലെ സാധനങ്ങളെല്ലാം ഒഴുകിപ്പോയി. ഞങ്ങൾക്ക് അരി സാധനങ്ങളൊന്നുമില്ല. ഇന്ന് രാവിലെ പോയിട്ട് വെള്ളമായത് കാരണം തിരിച്ചു വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നു. She went home today to see the situation. It was still inundated. She couldn't go there. She says there's nothing at home, no rice, nothing. അമ്മച്ചി ഇന്ന് വല്ല കഴിച്ചോ? ഇല്ല. She's not eaten anything today. രാവിലെ ഒന്നും കിട്ടിയില്ലായിരുന്നോ? ഇല്ല. What was brought in the morning was not sufficient for everybody. ഉച്ചയ്ക്ക് ചോറ് തിന്നാൻ കൊള്ളുകയല്ലേ. Well, lunch also was not sufficient is what she says. So there are a lot of needs here. When will schools reopen? Nobody knows. പുസ്തകം ഉണ്ടോ? No books. All of them just have been swept away. But in all of this, Vikram, also let me give you a sense of, the bravery all around. Here is Kala. She's a community worker from the Asha group. And she rescued around 30 people. എങ്ങനെയായിരുന്നു ആൾക്കാരനെ കൊണ്ടുവന്നത് വെളിയിൽ? നമ്മൾ താമസിക്കുന്ന പ്രദേശം വളരെ താഴ്ചയുള്ള പ്രദേശമായിരുന്നു. ആ സമയങ്ങളിൽ അവിടെ രക്ഷാപ്രവർത്തകരൊന്നും എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു. നമ്മുടെ സമീപവാസി ഒരാളൊരു വള്ളം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വള്ളത്തിൽ പരമാവധി ആൾക്കാരെ കയറ്റി ഒരു 20 പേര് കയറുന്ന വള്ളത്തിൽ നമ്മൾ ജീവൻ പണയം വെച്ച് ഒരു 30 പേരെ കയറ്റി രക്ഷിച്ചു കൊണ്ടുവന്ന് അതിൽ കുളുങ്ങനിലെത്തിച്ച് കുറേ പേര് ചങ്ങനാശ്ശേരി റിലീഫ് ക്യാമ്പിൽ. So she's saying that in a boat which will just about take 20 people, she had to risk इसके लिए, बट साथ ही साथ अपने फैमिली के MLA ഒന്നും എത്തിയിട്ടില്ല, അറിയിച്ചിട്ടുണ്ട്. അവർ എത്തേണ്ടതിനായി പ്രാർത്ഥിക്കുക. മേലത്തെ നിലയിലോട്ട് വെള്ളം കയറുന്ന
അവസ്ഥയിലേക്ക് ആയിരിക്കുകയാണ്. സ്റ്റെയർ കേസിലോട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. കണ്ടല്ലോ, പ്രാർത്ഥിക്കുക. ഓടിച്ചു വന്നിട്ട് ഇത് പടവുകളിലേക്ക് അങ്ങ് കയറ്റുകയാണ്. ഈ ബോട്ടിന്റെ ഈ വള്ളത്തിന്റെ മുമ്പ് ഇച്ചിരി ഇങ്ങനെ പരന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, ഇതിങ്ങനെ ഓടിച്ച് സ്റ്റെപ്പിലേക്ക് അങ്ങ് കയറ്റുകയാണ്. അപ്പൊ സ്റ്റെപ്പിൽ ഒരു 4 സ്റ്റെപ്പ് മുകളിലേക്ക് ഇത് കയറി വന്നു. അങ്ങനെയാണ് അത്ര അവിടെ ബോട്ടുകൾ അടുപ്പിക്കുന്നത്. നമ്മുടെ ബോട്ടുകളും വള്ളങ്ങളും ഒക്കെ സൈഡ് ചേർക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇതങ്ങനെയല്ല, ഫ്രണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ അങ്ങ് ഓടിച്ച് കയറ്റുക. അപ്പൊ അവൻ ഒരു 4 സ്റ്റെപ്പ് മുകളിലേക്ക് കയറി വരും. അപ്പോൾ നമുക്ക് കയറാൻ എളുപ്പമാണ്. അങ്ങനെ കൊണ്ടുവന്ന് കയറ്റി നിർത്തി നസീറും അബ്ബാസും ഞാനും കൂടെ ബോട്ടിൽ കയറി ഈ ബ്രൂണൈ നദിയിലൂടെ നമ്മൾ കാമ്പോങ് അയർ എന്ന് പറയുന്ന ജലഗ്രാമം ലക്ഷ്യമാക്കി യാത്രയാകുകയാണ്. അപ്പോൾ ഈ കാമ്പോങ് അയറിന് വലിയ ചരിത്രമുണ്ട്. അവിടെയായിരുന്നു ബ്രൂണയിലെ പ്രധാന ജീവിതം മുഴുവൻ. ബഹുഭൂരിപക്ഷം ആളുകളും വസിച്ചിരുന്ന അവിടെയായിരുന്നു. അവിടെയായിരുന്നു ഇവരുടെ രാജാവ് പോലും വസിച്ചിരുന്നത്. അതായത് വെള്ളത്തിന് മുകളിൽ തൂണുകൾ നാട്ടി അതിൻ്റെ മുകളിൽ പലകയടിച്ച് പലകയുടെ മുകളിൽ പലക കൊണ്ടുള്ള ചുവരുകൾ പണിത് മേൽക്കൂരയ്ക്ക് തകരമടിച്ച, ഏതാണ്ട് പുറത്തു നോക്കിയാൽ പ്രാകൃത രൂപത്തിലുള്ള പെട്ടികൾ അടുക്കിയതുപോലെ, അല്ലെങ്കിൽ ബോംബെയിലെ ധാരാവി ചേരികൾ എല്ലാം തൂണിൻ്റെ മുകളിൽ നാട്ടി നിർത്തി എങ്ങനെ ഇരിക്കും അതുപോലുള്ള ഒരു പ്രദേശം. 1000 ഏക്കർ സ്ഥലം. ഇതിൻ്റെ മുഴുവൻ അടിയിൽ വെള്ളമാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോകാനായിട്ട് ഇതുപോലെ തന്നെ തൂണുകൾക്ക് മുകളിൽ പാലങ്ങൾ പണിതിരിക്കുക. ഒരു 4 അടി വീതിയുള്ള, കൈവരിയൊന്നുമില്ല, പലകയടിച്ച വെറും സാധാരണ ചെറു നാടൻ പാലങ്ങൾ. അതിങ്ങനെ ഗ്രാമപാത പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അതിന് ചില ജംഗ്ഷനുകളുണ്ട്. ചില ഗ്രാമങ്ങൾ തമ്മിൽ ചേരുന്നിടത്ത് ഈ പലകപ്പാലത്തിന് ജംഗ്ഷനുകളുണ്ട്. അവിടെ കഥ പറഞ്ഞിരിക്കുന്ന ആളുകളെ കാണാം. ആ പാലത്തിലൂടെ സൈക്കിൾ ഉന്തിക്കൊണ്ട് പോകുന്ന ആളുകളെ കാണാം. ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ സൈക്കിളിൽ പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ ഓരോ ഗ്രാമങ്ങളും പിന്നീട് ഗ്രാമങ്ങൾ തമ്മിൽ വേർതിരിവ് അധികം ഇല്ല. പക്ഷേ ഇത് ഓരോന്ന് ചേർന്ന് അടുത്തത് ഏതാണ്ട് 43 ഗ്രാമങ്ങളാണ് ഇത്തരത്തിലുള്ളത്. ഏതാണ്ട് 30,000 ആളുകളാണ് ഈ ജലഗ്രാമത്തിൽ വസിക്കുന്നത്, ഈ കാമ്പോങ് അയർ എന്ന് പറയുന്ന ജലഗ്രാമത്തിൽ വസിക്കുന്നത്. അവർക്ക് വേണ്ട പോലീസ് സ്റ്റേഷൻ, അവർക്ക് വേണ്ട ഫയർ സ്റ്റേഷൻ, അവർക്ക് വേണ്ട 10-12 സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, ഇതെല്ലാം ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ തൂണുകൾക്ക് മുകളിൽ ഇങ്ങനെ പണിത് അതേ കെട്ടിടങ്ങളിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഒരു പ്രത്യേക ലോകമാണിത്. ഈ ലോകത്തിൽ നിന്ന് ഈ ആളുകളെ എല്ലാം മാറ്റി പരിഷ്കൃത സമൂഹമാക്കി നഗരത്തിൽ അപ്പാർട്ട്മെന്റുകളിൽ താമസിപ്പിക്കാൻ ഇടയ്ക്ക് ഗവൺമെന്റ് ഒരു ശ്രമം നടത്തി. പക്ഷെ അതൊക്കെ പണിതിട്ടെങ്കിൽ അവർ ഇവിടെ തന്നെ ജീവിക്കുമെന്ന് തീരുമാനിച്ചു. പിന്നീട് ഗവൺമെന്റിന് ബോധോദയുണ്ടായി. ഗവൺമെന്റ് ഇതൊരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റി, ഇവരുടെ പൈതൃകത്തിന്റെ ഒരു കേന്ദ്രമാക്കി സംരക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അതോടെ ഇതിനെ മോഡേണൈസ് ചെയ്യാനും കുറേയും കൂടെ ബലവത്താക്കാനും. പണ്ടൊക്കെ തടിത്തൂണുകളിലാണ് നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ ആ വീടുകൾ പലതും കോൺക്രീറ്റ് തൂണുകളില്ല. അതുകൊണ്ട് തന്നെ തകർന്ന് താഴെ വീഴുകയോ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊന്നും ചെയ്യുന്നില്ല. നദിയിലെ വെള്ളം ഉയരുകയും താഴുകയൊക്കെ ചെയ്താലും അവിടുന്ന് പിന്നെ ഒരു 10 അടി ഉയരത്തിലാണ് ഈ വീടുകളെല്ലാം ഇരിക്കുന്നത്. ഇതിന്റെ അടി, ഈ വീടുകളിലെല്ലാം അടിയിൽ കൂടെ, ഞാനിപ്പോൾ ഈ തൂണുകൾക്കിടയിലൂടെ നമുക്ക് ബോട്ടിൽ കയറി പോകാം. അപ്പോൾ ഓരോ വീടിന്റെ അടിയിൽ കൂടെ നമുക്ക് വേണേൽ പോകാം. ഇത് ഓരോ വീടായിട്ട് സെപ്പറേറ്റ് അല്ല, ചേർന്നാണ് ഇരിക്കുന്നത്. അത് രസകരമാണത്. അതൊരു വലിയൊരു സാംസ്കാരിക കേന്ദ്രമാണ്. യുനെസ്കോയുടെ ഒരു പൈതൃക കേന്ദ്രം പോലെയായി അത് മാറിയിട്ടുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ചെറിയൊരു പരിമിതിയിലുള്ള സൗകര്യം വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു അഭിപ്രായം പറയാനുള്ളത്, വളരെ ചെറിയ ലോജിക്ക്, പാവപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാകുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ വീട് കെട്ടുന്നത് നമ്മുടെ ആലപ്പുഴ, എറണാകുളം, പത്തനംതിട്ട, തൃശ്ശൂർ, പാലക്കാടിലെ കുറച്ച് ഭാഗങ്ങളും ചതുപ്പ് നിലങ്ങളിലാണ് വീട് വയ്ക്കുന്നത്. വെള്ളം കയറും ഇറങ്ങും. ഈ 6 മാസം നല്ല മഴയാണ് കേരളത്തിൽ. ആ സമയത്ത് 10-14 കൂടുതൽ TV ചാനലുകാർക്ക് ഒരു ചാകരയാണ്. ഇതേപോലെയുള്ള ആൾക്കാരിൻ്റെ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങളുടെ കരച്ചൽ ഇവർ വിറ്റ് പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്യ കമ്പനിക്കാരൻ്റെ ഊളത്തരമാണല്ലോ ഈ ചാനലുകാർക്ക് മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വാക്കെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എന്നൊരു ചോദ്യം ഇവർക്ക് ചോദിക്കാനും കഴിയുന്നില്ല. ഈ ചാനലുകാരൻ അവിടെ പോയിട്ട് ഇത് സംരക്ഷണം ചെയ്യണമെന്നുമില്ല. ഇത് എസ്റ്റിമേറ്റായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടത്തേക്ക് ഊളത്തരങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എത്ര സൗകര്യത്തിൽ കാണിച്ചത്. ഇത് കാണിക്കുന്നതിൽ തന്നെ എനിക്ക് ഒരു അറിയാത്തൊരു സംഭവമുണ്ട്. പറഞ്ഞാൽ ചെറിയൊരു അറിവുള്ളത്,
മറ്റുള്ള ടി വി ചാനലിനെ ഇതിൽ കൂടെ ഇങ്ങനെ മൊബൈൽ വഴി കാണിക്കുന്നത് എന്തോ ഒരു നിയമ തടസ്സമുണ്ട് എന്ന് ഞാൻ കേട്ടറിവുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ അത്ര പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ കാണുന്നതും നിങ്ങൾ കാണുന്നതും ഇതേപോലെ ഞാൻ ടാബിൽ കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് അത്ര പ്രശ്നമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറയാനുള്ളത്, ഇതിപ്പോൾ ബ്രൂണൈ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏക്കർ കണക്കിന് സ്ഥലത്ത് പുഴൻ്റെ നടുക്കിലാണ് വീടുകൾ മുഴുവൻ നിൽക്കുന്നത്. അവിടെ ഒരു പ്രശ്നമില്ല. ഈ ടി വി ചാനലുകാരെ പോലെ അവിടുത്തെ ജനങ്ങളും ഈ കരച്ചിൽ കരയൊന്നുമില്ല. അവരിങ്ങനത്തെ വെള്ളം വന്ന ആ വെള്ളത്തിൽ മുറ്റത്തിരുന്നിട്ട് ചൂണ്ടലായിട്ട് മീൻ പിടിച്ച് ജീവിച്ചു കൊണ്ട്. അതേപോലെ തായ്ലൻഡ് ഇതേ സെയിമാണ്. അടിയിൽ കാർ പാർക്കിംഗ് ഉണ്ടാവും. വെള്ളം വരുന്ന സമയത്ത് അതിന് മുകളിലേക്ക് നിർത്താനുള്ള സംവിധാനം ഉണ്ടാവും. എല്ലാം ഉണ്ടാവും. വിയറ്റ്നാമിലും ഇത് തന്നെയാണ്. അവിടുത്തെ വീഡിയോകൾ ഞാൻ കുറേ നോക്കിയിട്ട് കിട്ടുന്നില്ല. എന്ന് പറഞ്ഞാൽ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. അവിടുത്തെ യൂട്യൂബ് ചാനലുകളിലും ഇതുണ്ട്. അവരുടെ ജീവിതം തന്നെ. അപ്പോൾ അവിടുത്തെ ന്യൂസായിട്ട് കിട്ടാനുള്ള ഒരു ഇതില്ല. ഞാൻ കുറേ നോക്കി. ബ്രൂണൈയിലെയും ഈ സഫാരി ചാനലിനെ ഒഴിവാക്കിയിട്ട് വ്യക്തിക്ക് എന്തെങ്കിലും ഒരു അസൗകര്യം ഉണ്ടാവും എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കാണിക്കും. അപ്പോൾ അവിടുത്തെ ലൈവ് എനിക്ക് കിട്ടുന്നില്ല. ലൈവ് നല്ലൊരു വീഡിയോ കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു പരിമിതിയിൽ ഞാൻ ഈ വീഡിയോ കാണിച്ചു. അപ്പോൾ കംബോഡിയ ഇതേ അവസ്ഥയാണ്. മൊത്തം വെള്ളം കയറുന്നതും. തായ്ലൻഡിൽ എരുമൻ്റെ പുറത്താണ് അവർ കൃഷി ചെയ്യാൻ പോകുന്നതും കാളവണ്ടിയായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ എരുമയിലാണ്. ടൂറിസ്റ്റുകൾക്ക് പോലും അവിടെ പോകുന്നത് എരുമൻ്റെ കാളവണ്ടിയിലാണ് അവർ യാത്ര ചെയ്യുന്നത്. അവിടെ റോഡ് പോലും ഇല്ല. അവിടെ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നമില്ല, യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ വീട് കെട്ടാൻ വേണ്ടിയിട്ട് പോണ സമയത്ത് പഞ്ചായത്ത് വീടിന് ലൈസൻസ് കൊടുക്കും. ഈ ലൈസൻസ് കൊടുക്കുന്ന വ്യക്തി നിങ്ങൾ എവിടെയാണ് വീട് വെക്കണമെന്ന്, അത് ചതുപ്പ് നിലമാണോ, മലൻ്റെ മുകളാണോ, കുന്നിൻ്റെ മുകളാണോ, പറമ്പാണോ, ഒന്നും ഇവൻ അന്വേഷിക്കില്ല. വീട് വെക്കാൻ പോയവൻ്റെ ചലാമ്പടി പണവും വാങ്ങി അങ്ങോട്ട് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് എത്ര സ്ക്വയർ ഫീറ്റ് 5000 10,000 രൂപ മേടിക്കുക, തോന്നിയത് മേടിക്കുക. സ്ക്വയർ ഫീറ്റ് ചിലപ്പോൾ 500 700 കാണിച്ചു കഴിഞ്ഞാൽ 2000 3000 സ്ക്വയർ ഫീറ്റിൽ വീട് കെട്ടും. അത് കൃഷി സ്ഥലത്തായിരിക്കും കെട്ടുന്നത്, മണ്ണിട്ട് തൂർത്തിട്ട്. ഇതൊന്നുമില്ല. ഈ പഞ്ചായത്തിലിരിക്കുന്ന വ്യക്തിക്ക് പോലും ഏത് സ്ഥലത്ത് എങ്ങനെ വീട് കെട്ടണമെന്ന് ചോദിച്ചാൽ അവനിക്കൊന്നും അറിയില്ല. അവനിക്ക് ആകെ അറിയുന്നത് വല്ല സിനിമാ നടന്മാരുടെ പേരോ സിനിമയിൽ അഭിനയിക്കുന്ന പെണ്ണുങ്ങളുടെ പേരോ അല്ലാണ്ട് ചുക്കും ചുണ്ണാമ്പും അറിയാത്തവനാണ് പഞ്ചായത്തിലും ഇതേപോലെയുള്ള വകുപ്പുകളിലും. നമ്മുടെ വില്ലേജ് ആയിക്കോട്ടെ, അതിന് മോശക്കാരാക്കുകയല്ല, നമ്മുടെ കൂട്ടുകാരൊക്കെ തന്നെ. അപ്പോൾ റവന്യൂ ആയാലോ ഭൂമിയെ കുറിച്ചിട്ട് ഒന്നും അറിയാത്തവൻ്റെ സംവിധാനങ്ങൾ നമ്മുടെ കേരളം മുഴുവൻ കുറേ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നിരത്തി വയ്ക്കുക എന്നല്ലാണ്ട്. ആലപ്പുഴയുടെ അവസ്ഥ എന്താണ്? ഇത് ആലപ്പുഴക്കാരും ചിന്തിക്കണം. എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് സംവിധാനം നമുക്ക് ഒരു സപ്പോർട്ടും ചെയ്യില്ല എന്നുള്ളത് ജനങ്ങൾ അറിയണം, ചിന്തിക്കണം. അപ്പോൾ നിങ്ങളുടെ ഐഡിയയിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ട് നിങ്ങൾ അവിടെ എങ്ങനത്തെ വീട് വെക്കണം, എറണാകുളം ആയിക്കോട്ടെ ആലപ്പുഴ ആയിക്കോട്ടെ, നിങ്ങൾ എങ്ങനത്തെ വീട് വെക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റും വന്നതുകൊണ്ട് ലോകത്തെ മുഴുവൻ കാര്യങ്ങളും അറിയാൻ സംവിധാനമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും വളരെ റിക്വസ്റ്റായിട്ട്, ഞാൻ വലിയ പഠിപ്പുകാരനൊന്നും അല്ല, നിങ്ങളെപ്പോലെ വേറെ സാധാരണക്കാരനാണ്, ചെറിയ വിദ്യാഭ്യാസം ഇതൊക്കെ ചെയ്ത് കാണിച്ചു. എന്നാലും എനിക്ക് വിഷമം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നിരപരാധികൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാണ്ട് മഴവെള്ളം വരുമ്പോഴും വെള്ളപ്പൊക്കം വരുമ്പോൾ കഴുത്തിനേറ്റം വെള്ളത്തിൽ നിന്ന് കരയുന്നത് കാണുമ്പോൾ ഞാനൊരു സൂചന കൊടുക്കുകയാണ്. നിങ്ങൾ വീട് വയ്ക്കുമ്പോൾ ഒരു 4 കാലോ 10 കാലോ എന്തെങ്കിലും കോൺക്രീറ്റ് ആയിക്കോട്ടെ തേക്കായിക്കോട്ടെ ഇതിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾ വീട് കെട്ടുക. ഇത് റഷ്യയിൽ വീടുകൾ മുഴുവൻ എന്ന് പറയുന്നില്ല, ഗ്രാമപ്രദേശങ്ങളിൽ മുഴുവൻ മരത്തിൻ്റെ വീടാണ് വെക്കുന്നത്. ചതൽ പിടിക്കാണ്ടിരിക്കാനുള്ള വേസ്റ്റ് ഓയിലും അതിൻ്റെ ചുറ്റുഭാഗത്ത് പ്ലാസ്റ്റിക് കവറും ടേപ്പും അടിച്ചിട്ട്, എന്ന് പറഞ്ഞാൽ ടാഗ് വരെ വലിച്ചു കെട്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ 10 25 30 കൊല്ലം കഴിഞ്ഞാലും ഈ വീട് കളകി പോകും, ഒരു പ്രശ്നമില്ല. ഞാൻ അതൊക്കെ സൂചനയായിട്ട് പറഞ്ഞു തരിക മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ വിവരം കൂടിയതുകൊണ്ട് വെറുതെ വായിട്ടടിക്കണതല്ല. ഇങ്ങനെയൊക്കെ തെളിവുകളുണ്ട് എന്ന് ഞാൻ വെറുതെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. അല്ലാണ്ട് പിന്നെ ഈ യൂട്യൂബ് ചാനലുകാർ പോലെ ഈ അതിൽ നിന്നൊക്കെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജനങ്ങൾക്ക് ആവശ്യം അവർക്ക് വല്ലതും അറിവുണ്ടാകണം, അവർക്ക് രക്ഷപ്പെടണം, ഇതേപോലെയുള്ള കരച്ചിൽ ഒഴിവാകണമെന്ന് മാത്രമേ ഞാനിത് പ്രതീക്ഷിക്കണുള്ളൂ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ പ്രദേശങ്ങളിൽ വീട് കെട്ടുമ്പോൾ ഞാനിത് 2018
16-17 കാലഘട്ടങ്ങളിൽ തന്നെ ഇതൊക്കെ ആലോചിച്ചു. അപ്പോൾ ഇത്ര സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വീഡിയോയിൽ ചെയ്തു പരിചയമില്ല. ഇതെങ്ങനെ അവതരിപ്പിക്കണം എന്നറിയില്ല. ഞാനിപ്പോൾ ടാബൊക്കെ മേടിച്ച് ഇപ്പോൾ ഒരു 1.5 കൊല്ലമൊക്കെ 2 കൊല്ലമായിട്ടുള്ള ടാബ് മേടിച്ചിട്ട്. അപ്പോൾ അപ്പോഴാണ് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ തോന്നിയത്. അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട് തെളിവ് സഹിതം കാണിച്ചു തരാനുള്ള ഒരു സൗകര്യം ഇല്ല. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം സഹായിക്കില്ല. അത് എഡിറ്റ് ചെയ്യാൻ പോലും ഞാനിപ്പോഴും പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കൂടുതൽ പ്രസംഗിച്ചിട്ട് പരിചയമൊന്നുമില്ല. ഞാൻ വീഡിയോ ചുരുക്കാൻ വേണ്ടിയിട്ടാണ് ഇതാക്കുന്നത്. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ വീട് വയ്ക്കുമ്പോൾ ചതുപ്പ് നിലങ്ങളിലായാലും പുഴയോരത്തായാലും കായലിലായാലും വീട് വയ്ക്കാം. 10-14 അടി ഹൈറ്റിൽ വീട് വെച്ചിട്ട് 4 ഭാഗത്ത് കൂടി നിങ്ങൾക്ക് മുകളിൽ കയറാനും ഇറങ്ങാനുള്ള കൽപ്പടികൾ കൊടുക്കുക. കാറ് നിർത്തുകയാണെങ്കിൽ കാറിനും അതുപോലെ മുകളിലേക്ക് കയറ്റാനുള്ള സൗകര്യം ചെയ്യുക. അടിയിലും പാർക്ക്, വേനൽക്കാലത്ത് അടിയിലും പാർക്ക് ചെയ്യുക. മുകളിലേക്ക് പോകുന്ന സമയത്ത് വെള്ളം കയറുകയാണെങ്കിൽ അങ്ങനെയും ചെയ്താൽ. ഗവൺമെൻറ് തന്നെ ലൈസൻസ് കൊടുക്കുമ്പോൾ ഈ ചതുപ്പ് നിലങ്ങളിൽ ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി. ഒരു 4 തൂണിൻ്റെ എല്ലാം ആവശ്യമുള്ളൂ. ഒരു കുടുംബം താമസിക്കുമ്പോൾ എത്ര വേണം? കയറിക്കഴിഞ്ഞാൽ 1500-2000 സ്ക്വയർ ഫീറ്റ്. 2000 വേണ്ട, 500-700 ആണെങ്കിൽ രണ്ട് മക്കളും ഭാര്യയും മക്കളും ഒരു അമ്മയ്ക്കും ആർക്കെങ്കിലും ഒരു 4-5 ആൾക്ക് താമസിക്കാൻ. വലിയ സംവിധാനങ്ങളൊന്നും വേണ്ട, ഇത്രയേ വേണ്ടുള്ളൂ. ഇത് കോൺക്രീറ്റ് തൂണ് കെട്ടണു, അതിൻ്റെ മുകളിലൊന്ന് വാർക്കണു, അതിൻ്റെ മുകളിൽ വീടിരുന്ന അത്ര സൗകര്യം. ജനങ്ങൾ ഈ കരച്ചിൽ കേരളത്തിലേ ഉണ്ടായില്ല. ഇതിൻ്റെ അടിയിൽ മീൻ നമുക്ക് വെള്ളം കയറുന്ന സമയത്ത് മീനും പിടിക്കാം. അങ്ങനെയുള്ള വീഡിയോ ഉണ്ട് തായ്ലൻഡിൽ. സ്വന്തം വീട്ടിൻ്റെ മുറ്റത്ത് വലയിട്ട് മീൻ പിടിച്ചിട്ട് കറി വെച്ച് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇതുപോലെ നമുക്ക് ചെയ്തുകൂടെ? കായലിൽ മുഴുവൻ നമുക്ക് മത്സ്യം വളർത്തുകയും ചെയ്യാം. വീടിൻ്റെ അതിർത്തിയിൽ തന്നെ ചുറ്റുഭാഗത്ത് നമ്മൾ വലയിട്ടിട്ട് നമ്മളുടെ ആവശ്യത്തിന് മീൻ അതിൽ വളർത്തുകയും കൂടി ചെയ്യാം വളരെ എളുപ്പത്തിൽ. ഞാൻ മീൻ വളർത്തുന്ന ആളാണ്. മീനിനെ കുറിച്ചിട്ട് മുഴുവൻ പഠിച്ചിട്ടില്ലെങ്കിലും എൻ്റെ വീഡിയോ കൂടുതലും മീനുകളെ കുറിച്ചിട്ടായിരിക്കും. അതെനിക്ക് ഇഷ്ടമുള്ള മീനുകളെ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകളുടെ നമ്മൾ ചെറുപ്പം മുതൽ മീനുകളായിട്ട് നല്ല ബന്ധമുള്ള ആളായതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ആലപ്പുഴയല്ല ഏത് ചതുപ്പ് നിലത്താണെങ്കിലും അവിടെ മണ്ണ് മാതി കുളം ഉണ്ടാക്കുക, സന്തോഷമായി മീൻ വളർത്തുക. വെള്ളം പൊന്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്തുന്നതിനനുസരിച്ചിട്ട് മരം കൊണ്ട് നിങ്ങൾ കാല് കുത്തിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കനം കൂടി നെറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ മീൻ വളർത്തിയാൽ വെള്ളം ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഒരു തടസ്സമില്ല. ഇത് എല്ലാവർക്കും ചെയ്യാൻ. വെള്ളം മുഴുവൻ ഒഴുകി പോകും. ഒരു കാരണവശാലും മതിൽ കെട്ടിയിട്ടും കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കൊണ്ട് ഈ ചതുപ്പ് നിലത്ത് ഇട്ടത് കൊണ്ട് നിങ്ങളിടുമ്പോൾ കേരളത്തിൻ്റെ മറ്റുള്ള വീട്ടുകളിലേക്കും കൂടി വെള്ളം കയറിയിട്ട് അപകടം വരുന്നുണ്ട്. നമ്മൾ ആഡംബര വസ്തുക്കൾ ഉണ്ടാക്കുമ്പോൾ അത് ഉണ്ടാക്കേണ്ട സ്ഥലത്തേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കേരളം മുഴുവൻ ആൾക്കാർക്കും ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മതിലുകൾ കൂടുതൽ നീളത്തിൽ കെട്ടുക, കോൺക്രീറ്റ് വീടുകൾ കുറേ അങ്ങോട്ട് ഉണ്ടാക്കിയത്. ഞാൻ വീണ്ടും പറഞ്ഞു തന്നെ ആവർത്തിക്കുന്നില്ല. അപ്പോൾ വീഡിയോ ഞാൻ ചുരുക്കാനുള്ള പണിയാണ് ഉദ്ദേശിക്കുന്നത്. നന്ദി, നമസ്കാരം. ഞാൻ എൻ്റെ സഹോദരങ്ങൾ പറഞ്ഞതിനെ വീണ്ടും ആവർത്തിക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് എൻ്റെ റിക്വസ്റ്റ് പറഞ്ഞപ്പോൾ ഞാനത് ആലോചിച്ചാണ്. അപ്പോൾ വീഡിയോ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.